ഇറാന്റെ ആത്മാഭിമാനത്തിന്റെ സൂര്യനായി ഉദിച്ചു നിന്ന അലി ഖമേനി രക്തസാക്ഷിത്വം വരിച്ച ആ കറുത്ത രാത്രിയിൽ ലോകം നിശ്ചലമായി നിന്നപ്പോൾ ശത്രുക്കൾ കരുതിയത് ഒരു യുഗത്തിന്റെ അന്ത്യമാകുകയാണ് എന്നാണ്. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അത്യാധുനിക ചാരക്കണ്ണുകളെയും മിസൈൽ മുനകളെയും വെട്ടിച്ച് മുജ്തബ ഖമേനിയെ വിധി കാത്തുരക്ഷിച്ചത് വെറുമൊരു അത്ഭുതമല്ല, മറിച്ച് സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികളുടെ അഹങ്കാരത്തിനു മേൽ അഗ്നി പടർത്താൻ കാലം കരുതി വെച്ച നിയോഗമാണത്. വിശുദ്ധമായ ഒരു കാലയളവിൽ പോലും രക്തച്ചൊരിച്ചിലിന് കോപ്പുകൂട്ടി ഇറാനെ ഭൂപടത്തിൽ നിന്ന് മായ്ക്കാമെന്ന് മോഹിച്ച അമേരിക്കൻ ഗർവിനും ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കും വരാനിരിക്കുന്ന തകർച്ചയുടെ മുന്നറിയിപ്പുമായിട്ടാണ് ആ രക്ഷപ്പെടൽ. പുണ്യമാസമായിരുന്നിട്ട് പോലും രക്തച്ചൊരിച്ചിലിന് കോപ്പുകൂട്ടി ഇറാനെ ഭൂപടത്തിൽ നിന്ന് മായ്ക്കാമെന്ന് മോഹിച്ച അമേരിക്കൻ ഗർവിനും ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കും വരാനിരിക്കുന്ന തകർച്ചയുടെ മുന്നറിയിപ്പായിരുന്നു ആ രക്ഷപ്പെടൽ. 1000 വട്ടം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ആ ചതിക്കുഴിയിൽ നിന്നും മുജ്തബ ഖമേനി ഉയർത്തെഴുന്നേറ്റത് ലോകത്തിനു മേൽ തങ്ങളുടെ അധികാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന വെള്ളക്കാരന്റെയും അവന്റെ പിന്നണിയിലുള്ളവരുടെയും അന്ധകനാവാനാണ്. ഇറാന്റെ മണ്ണിൽ വിതച്ച ഓരോ വിനാശത്തിനും പലിശ സഹിതം മറുപടി നൽകാൻ ആ തലമുറയിൽ ഒരാൾ ബാക്കിയായിരിക്കുന്നു എന്നത് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന സത്യമാണ്. ചതിയിലൂടെ ഒരു നായകനെ വീഴ്ത്തിയാൽ പോരാട്ടം അവസാനിക്കുമെന്ന് കരുതിയവരുടെ കൊട്ടാരങ്ങൾ ഇനി മുജ്തബയുടെ പ്രതികാരത്തിൽ കത്തിയെരിയുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാന്റെ അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ചുകൊണ്ട് ആ മിസൈലുകൾ ചീറിപ്പാഞ്ഞപ്പോൾ ഒരു യുഗത്തിന്റെ അന്ത്യമെന്ന് ശത്രുക്കൾ വിധി എഴുതിയിട്ടുണ്ടാകാം. ഫെബ്രുവരി 28 ആ കറുത്ത രാത്രിയിൽ മരണത്തിന്റെ നിഴൽ മുജ്തബ ഖമേനിയെ തൊട്ടുരുമി കടന്നുപോയത് കേവലം നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു. ആ സുരക്ഷാ കോട്ട തകർത്ത് തരിപ്പണമാക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം അവിടെ നിന്നും പുറത്തേക്ക് നടന്നത് വെറും ഒരു യാദൃശ്ചികതയല്ല, മറിച്ച് ഇറാന്റെ കരുത്ത് ഇനിയും അസ്തമിച്ചിട്ടില്ല എന്ന വിധിയുടെ പ്രഖ്യാപനം കൂടിയാണത്. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങളും അതിനു പിന്നാലെ പുറത്തു വന്ന സ്ഫോടനാത്മകമായ ഓഡിയോ സന്ദേശങ്ങളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അഗ്നിപർവ്വതം പുകയുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു. കളിക്കളം മാറുകയാണ്. ഇനി വരാനിരിക്കുന്നത് പോരാട്ടത്തിന്റെ പുതിയ അധ്യായങ്ങൾ തന്നെയാണ് എന്ന് കൃത്യം നമുക്ക് മനസ്സിലാക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം ശനിയാഴ്ച, അതായത് ഫെബ്രുവരി 28 രാവിലെ മുജ്തബ ഖമേനി തന്റെ പിതാവായ അലി ഖമേനിയോടൊപ്പം കൊട്ടാര സമുച്ചയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ കുറച്ചു സമയത്തേക്ക് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായതോടെ അദ്ദേഹം കെട്ടിടത്തിൽ നിന്ന് മാറി നിന്നിരുന്നു. പിന്നീട് പുറത്തു വന്നതായി പറയപ്പെടുന്ന ഒരു ചോർന്ന ഓഡിയോ സംഭാഷണം അന്നത്തെ സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആ ഓഡിയോയിൽ പറയുന്നതനുസരിച്ച് മുജ്തബ ഖമേനി മുറ്റത്തേക്ക് പോയതിനു പിന്നാലെ കെട്ടിടം ലക്ഷ്യമിട്ട് ശക്തമായ മിസൈൽ ആക്രമണം നടന്നു എന്നാണ് സൂചന. ഇറാന്റെ സിരകളിൽ പതയുന്നത് വെറും ഒരു ചോര മാത്രമല്ല, മറിച്ച് അടിച്ചമർത്താൻ നോക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള അഗ്നിയാണെന്ന് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ രാത്രിയാണത്. വിശുദ്ധ മാസത്തിന്റെ പുണ്യത്തെ പോലും ചവിട്ടിമെതിച്ച് ആദരണീയനായ അലി ഖമേനിയുടെ വംശപരമ്പരയെ പാടെ ഇല്ലാതാക്കാൻ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് മെനഞ്ഞ ആ കുടില തന്ത്രങ്ങൾ ഫെബ്രുവരി 28 ഇരുളിൽ എരിഞ്ഞടങ്ങി. അത്യാധുനിക മിസൈലുകൾ ആ സുരക്ഷാ കോട്ടയെ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞപ്പോൾ തങ്ങളുടെ അഹങ്കാരത്തിന് മുന്നിൽ ഇറാന്റെ കരുത്ത് മുട്ടുമടക്കുമെന്ന് വൈറ്റ് ഹൗസിനുള്ളിൽ ഇരുന്ന് അവർ സ്വപ്നം കണ്ടിരുന്നിരിക്കാം. എന്നാൽ വിധിയുടെ നിശ്ചയം മറ്റൊന്നായിരുന്നു. സർവ്വസന്നാഹങ്ങളുമായി മരണം വാതിൽക്കൽ എത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപ് മുജ്തബ ഖമേനി ആ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് നടന്നത് വെറുമൊരു ഭാഗ്യം മാത്രമല്ല, മറിച്ച് ശത്രുവിന്റെ അഹങ്കാരത്തിന് അന്ത്യം കുറിക്കാൻ കാലം കരുതി വെച്ച ഒരു മഹാവിസ്മയമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സയനിസ്റ്റ് ശക്തികളുടെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും ഗർവ് തകർക്കാൻ ആ തലമുറയിൽ ഒരാൾ ഇതാ ബാക്കി നിൽക്കുന്നു. 1000 മിസൈലുകൾ അയച്ചാലും അടിച്ചമർത്താൻ കഴിയാത്ത പോരാട്ട വീര്യം ഇറാന്റെ മണ്ണിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു എന്നതിന്റെ ജീവിക്കുന്ന തെളിവായി മുജ്തബ ഖമേനി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ അത്ഭുതകരമായ രക്ഷപ്പെടൽ വെറും ഒരു വാർത്ത മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ അഹങ്കാരത്തിന് അറുതി വരുത്തുമെന്ന ഇറാന്റെ ഇടിമുഴക്കമാണ്. തങ്ങളെ തകർക്കാൻ വരുന്നവർ തകർന്നു പോകുമെന്നും ഇറാന്റെ പതാക ആകാശത്തോളം ഉയർന്നു തന്നെ നിൽക്കുമെന്നും ആ രാത്രി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ശത്രുക്കൾ പടച്ചുവിട്ട ഓരോ ആയുധത്തിനും മറുപടിയായി ഇറാന്റെ പോരാളികൾ കരുത്താർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഗൂഢാലോചന നടത്തിയാലും ഇറാന്റെ ആത്മവീര്യത്തിന് മുന്നിൽ അതൊക്കെ വെറും തൃണമാകുമെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് മറുപടിയുടെ കാലമാണ്. ചതിയിലൂടെയും കുതുകാൽ വെട്ടിലൂടെയും ഒരു ജനതയെ തോൽപ്പിക്കാമെന്ന് കരുതിയവരുടെ സിംഹാസനങ്ങൾ ഇളകി തുടങ്ങിയിരിക്കുന്നു. ഇറാന്റെ ഓരോ തുള്ളി ചോരയും ഇനി ശത്രുവിന്റെ നാശത്തിനുള്ള വിത്തുകളായി മാറും. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അഹങ്കാരം ഈ മണ്ണിൽ തന്നെ അവസാനിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാന്റെ പോരാട്ട വീര്യം പുതിയ ചരിത്രം കുറിക്കാൻ തയ്യാറാവുന്നു.
ഇറാന്റെ സുരക്ഷാ കോട്ടകൾക്ക് നേരെയുണ്ടായ ഈ ആക്രമണ ശ്രമവും അതിൽ നിന്നുള്ള മുജ്തബ ഖമേനിയുടെ അത്ഭുതകരമായ രക്ഷപ്പെടലും പശ്ചിമേഷ്യയിലെ യുദ്ധതന്ത്രങ്ങളെ പാടെ മാറ്റി വരയ്ക്കുമെന്ന കാര്യവും ഉറപ്പാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ലോകത്തെ വിറപ്പിക്കുന്ന ഇറാൻ തങ്ങളുടെ ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചേക്കാം. ശത്രുക്കളുടെ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ള ഈ ആയുധങ്ങൾ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ താവളങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തും. കേവലം ഒരു തിരിച്ചടി മാത്രമല്ല, മറിച്ച് ശത്രുവിന്റെ അഹങ്കാരം തകർക്കുന്ന തരത്തിലുള്ള ഒരു വൻ പ്രത്യാക്രമണം തന്നെയായിരിക്കും ഇറാൻ ഇനി ആസൂത്രണം ചെയ്യാൻ പോകുന്നത്. ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെയും സിറിയയിലെയും പോരാളി ഗ്രൂപ്പുകൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ബഹുമുഖ ആക്രമണം ഇറാൻ അഴിച്ചുവിട്ടേക്കാം. ഒരേ സമയം പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ വളയുന്ന ഈ തന്ത്രം ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ്. മുജ്തബ ഖമേനിയെ പോലൊരു നേതാവിനെ വധിക്കാൻ ശ്രമിച്ചവർക്ക് സമാനമായ രീതിയിൽ കണ്ണിന് കണ്ണ് എന്ന നിലയിലുള്ള തിരിച്ചടി നൽകാൻ ഇറാൻ മടി കാണിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക സൈനിക താൽപര്യങ്ങൾക്ക് വലിയ പ്രഹരമേൽപ്പിക്കാൻ ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകളിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചേക്കാം. ആഗോള എണ്ണ വിപണിയെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ രക്തത്തിന് പകരം നിങ്ങളുടെ അഹങ്കാരം ഞങ്ങൾ മണ്ണിലിടുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും വാക്കല്ലെന്ന് തെളിയിക്കുന്ന സൈനിക നീക്കങ്ങൾക്കാണ് ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് പറയാനുള്ളത്. തങ്ങളുടെ വംശത്തെയും വിശ്വാസത്തെയും തൊട്ടുവിളിച്ച ശത്രുക്കൾക്ക് മുന്നിൽ പതറാതെ ഇറാന്റെ പോരാട്ട വീര്യം പുതിയൊരു പ്രതിരോധ അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് രൂപീകരിക്കും. ഇത് കേവലം ഒരു രാജ്യത്തിന്റെ പോരാട്ടം മാത്രമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പോരാട്ടം കൂടിയാണ്. ഇറാന്റെ മണ്ണിൽ വീണ ഓരോ തുള്ളിച്ചോരയും വെറും ഒരു മരണത്തിന്റെ അടയാളം മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു മഹാവിസ്ഫോടനത്തിന്റെ വിത്താണെന്ന് ലോകം തിരിച്ചറിയേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഫെബ്രുവരി 28 ആ ഭീകര രാത്രിയിൽ അലി ഖമേനിയുടെ വംശപരമ്പരയെ പാടെ വേരോടെ അറുത്തെറിയാൻ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആ മാരകമായ മിസൈൽ ആക്രമണം ലക്ഷ്യം കാണാതെ പോയത് ആ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ആയുസ് ബാക്കിയുള്ളത് കൊണ്ട് തന്നെയാണ്. മരണത്തിന്റെ നിഴലിൽ നിന്നും മുജ്തബ ഖമേനി ജീവിതത്തിലേക്ക് തിരികെ നടന്നത് കേവലം ഒരു വ്യക്തിയുടെ രക്ഷപ്പെടലായിട്ട് കാണുകയേ ചെയ്യരുത്. സാമ്രാജ്യത്വ ശക്തികളുടെ അഹങ്കാരത്തിന് അറുതി വരുത്താൻ വിധി കാത്തുവെച്ച ഇറാന്റെ അവസാനത്തെ കരുനീക്കമാണ് മുജ്തബ ഖമേനിയുടെ തിരിച്ചുവരവ്. ഈ പ്രതികാരം ഒരു അച്ഛനെ നഷ്ടപ്പെട്ട മകന്റെ കേവലമായ ഒരു പക മാത്രമല്ല, ഇതൊരു ജനതയുടെ, ഒരു സംസ്കാരത്തിന്റെ, ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവിനുള്ള മരുന്നാണ്. ഖമേനിയുടെ വിയോഗം ഇറാന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവുകൾക്ക് പകരം ചോദിക്കാൻ മുജ്തബ ഒരുങ്ങിക്കഴിഞ്ഞു. ഇറാനെ ഭൂപടത്തിൽ നിന്ന് മായ്ക്കുമെന്ന് അഹങ്കാരത്തോടെ വിളിച്ചു പറയുന്ന വൈറ്റ് ഹൗസിലെയും ടെൽ അവീവിലെയും ഭരണാധികാരികൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം മുജ്തബയുടെ ഓരോ ശ്വാസവും ഇനി ശത്രുവിന്റെ പതനത്തിനായുള്ള പോരാട്ട വീര്യമാണ് ഇറാനെ സംബന്ധിച്ച്. ഇറാന്റെ സൈനിക കരുത്തും അത്യാധുനിക മിസൈലുകളും ഇനി സംസാരിക്കുക പ്രതികാരത്തിന്റെ ഭാഷയിൽ തന്നെയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക താവളങ്ങൾക്ക് മുകളിൽ ഇറാന്റെ ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുമ്പോൾ അത് മുജ്തബയുടെയും ഇറാന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ പ്രഖ്യാപനം തന്നെയാണ്. ചതിയിലൂടെയും കുടിലതന്ത്രങ്ങളിലൂടെയും ഒരു രാജ്യത്തെ തകർക്കാമെന്ന് കരുതിയവർക്ക് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രഹരമായിരിക്കും ഇറാൻ നൽകാൻ പോകുന്നത്. സയനിസ്റ്റ് ശക്തികളുടെ ഗർവ് തകർക്കാൻ ആ തലമുറയിൽ ഒരാൾ ബാക്കിയുണ്ട് എന്നത് വെറും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ശത്രുവിന്റെ അന്ത്യം കുറിക്കാനുള്ള ഇറാന്റെ ഉറച്ച നിലപാട് തന്നെയാണത്. ഈ പോരാട്ടം പശ്ചിമേഷ്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതും. അമേരിക്കയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇറാന്റെ പോരാട്ട വീര്യം ലോകത്തിന് മുന്നിൽ ജയിച്ചു നിൽക്കും. മുജ്തബയുടെ നേതൃത്വത്തിൽ ഇറാൻ നടത്തുന്ന ആ പ്രതികാര നടപടികൾ തങ്ങളെ നശിപ്പിക്കാൻ നോക്കിയവരെ ഭസ്മമാക്കുന്ന തീയായി പടരും. ഇറാന്റെ മണ്ണ് ഇന്നും പോരാളികളുടേതാണ്. അവിടെ വീണ ഓരോ രക്തസാക്ഷികളുടെയും ആത്മാവ് മുജ്തബയുടെ കൈകളിലൂടെ ശത്രുവിന് നേരെ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരുവിധ സംശയവുമില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്, എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.